സാറേ ഈ ഒന്നാമത് ഡീസലിന് വിലയും കൂടി പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സാറേ ഡെസ്റ്റിനേഷൻ ബോർഡ് നമ്മുടെ വണ്ടിക്കുണ്ട്. ഇതിന് ഈ വണ്ടിക്ക് കഴിഞ്ഞ 500 രൂപ പെറ്റി അടിച്ച ഇതിനുണ്ട്. ഇത് KSRTC കിടക്കുന്നു. ആണ്ട് ഇറങ്ങിയപ്പോ ഇതിനൊക്കെ ഉണ്ടോ നോക്ക്. ഇതിനടിക്ക്. നമസ്കാരം. ഇത് പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യമാണ്. ബസ്സുകൾ പരിശോധിക്കുന്നതിന് സ്റ്റാൻഡിലെത്തിയതാണ് MVD ഉദ്യോഗസ്ഥർ. സ്വകാര്യ ബസ്സിനോടും KSRTCയോടും പരിശോധനയിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുകയാണ് ബസ് ജീവനക്കാർ. നിസ്സാര കാരണങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥർ KSRTC ബസ്സുകളുടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്ധനവില വർധനവും KSRTCയിലെ യാത്രാ സൗജന്യവുമൊക്കെ സ്വകാര്യ ബസ് വ്യവസായത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഇത്തരം നടപടികൾ കൂടുതൽ കൂനിന്മേൽ കുരുവായി മാറുകയാണ്. ഈ വേർതിരിവ് ചോദ്യം ചെയ്തപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ കേസെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി ബസ് ജീവനക്കാരനും ഉടമയുമായ ജോർജ് ജോസഫ് പറയുന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാം. അല്ല KSRTC കീഴിൽ ഒരേ നിയമം. അവിടുത്തെ കോഴിയെ കുഞ്ഞുങ്ങളെ അല്ല നമുക്ക് ടൈം ഷീറ്റ് ഇല്ലെന്ന് പറയും. ഇതിൻ്റെ ടൈം ഷീറ്റും ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ ബോർഡും നിങ്ങൾ കാണിച്ചേ എടുക്കുക. അല്ല നമ്മുടെ കാര്യം സാറേ, എല്ലാവർക്കും നിയമം ബാധകമല്ലേ? എനിക്ക് മാത്രമാണോ ബാധകം? കേരളത്തിലോടുന്ന എല്ലാ ബസ്സിനും ഒരേ നിയമം അല്ലേ? എന്നെ വണ്ടി തന്നെയാണ്. സാറേ ഈ ഒന്നാമത് ഡീസലിന് വിലയും കൂടി പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സാറേ ഡെസ്റ്റിനേഷൻ ബോർഡ് നമ്മുടെ വണ്ടിക്കുണ്ട്. ഇതിന് ഈ വണ്ടിക്ക് കഴിഞ്ഞ 500 രൂപ പെറ്റി അടിച്ച ഇതിനുണ്ട്. ഇത് KSRTC കിടക്കുന്നു. ആണ്ട് ഇറങ്ങിയപ്പോ ഇതിനൊക്കെ ഉണ്ടോ നോക്ക്. ഇതിനടിക്ക്. ഇതിനടിച്ച് കാണിക്ക്. അല്ല സാറേ ഇതിനടിക്കണം. അടിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഞങ്ങൾക്ക് വേറെ നിയമം. രണ്ടുപേർക്കും രണ്ട് നിയമങ്ങളല്ല. രണ്ടുപേർക്കും രണ്ട് നിയമങ്ങളല്ല. അതായത് പൊൻകുന്നത്ത് ഇന്നലെ MVDയുടെ ചെക്കിങ്ങിന് വന്നതാണ് 3 ഉദ്യോഗസ്ഥർ. അപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്നു. അതായത് നിസ്സാര കാര്യങ്ങൾക്ക്, അതായത് സൈഡിൽ കൂടി ഡെസ്റ്റിനേഷൻ ബോർഡ് ഇല്ല, സൈഡിൽ ടൈം ഷീറ്റ് ഇല്ല, വീലിലോട്ടിന് എണ്ണക്കുറവ്, അല്ലെങ്കിൽ ജാക്കി ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ പെറ്റി അടിക്കുന്നത്. അപ്പോൾ പറഞ്ഞവർക്ക് മേളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് മഴക്കാലം പ്രമാണിച്ച് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാൻ മേളിൽ നിന്ന് DTC പറഞ്ഞ് വിട്ടേക്കുന്നതെന്നും പറഞ്ഞാണ് ഇവർ ഇന്നലെ സ്റ്റാൻഡിൽ വന്നത്. അപ്പോൾ എല്ലാവരും വന്ന് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, പറഞ്ഞു എല്ലാ വണ്ടിക്കും പെറ്റി അടിക്കുന്നു, വരുന്ന എല്ലാ വണ്ടിക്കും അടിക്കുന്നുണ്ട്. FAB ബോക്സ് ഇല്ല. അങ്ങനെ അടിച്ചു വന്നപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു വന്നു. നമ്മുടെ വണ്ടിയുടെ ഒന്നും കണ്ടില്ല. അടുത്ത വണ്ടിയെ കയറി, അടുത്ത വണ്ടിയുടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് KSRTC വരുന്നത്. അപ്പോൾ എനിക്കിട്ട് 1 മാസം മുമ്പ് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ബോർഡ് എഴുതിയില്ല എന്നും പറയുന്നത് നമുക്ക് 500 രൂപ പെറ്റി അടിച്ചായിരുന്നു. അപ്പൊ ഈ വരുന്ന KSRTC നിയമവിരുദ്ധമായിട്ടാണോ ഓടുന്നത്? അതായത് പേപ്പറുകളെല്ലാം ക്ലിയർ ആണോ ഈ വരുന്ന KSRTCയുടെ? അല്ല, ഇത് കേൾക്കും, മൊത്തം കേൾക്കും. അതായത് നമുക്ക് 500 രൂപ പെറ്റി അടിച്ചു. അപ്പൊ അന്ന് തന്നെ പെറ്റി അടിച്ച ഉദ്യോഗസ്ഥരോട് നമ്മൾ സാറേ ക്യാമറയ്ക്കകത്ത് ഇപ്പോൾ 6 KSRTC കായൽപ്പള്ളി സ്റ്റാൻഡിൽ ഇറങ്ങിപ്പോയി. ഇതിനൊന്നിനും ഈ സാധനം ഇല്ലല്ലോ. അതിന് പെറ്റി അടിക്കുന്നതിന് പുള്ളി പറഞ്ഞു നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ വണ്ടിയുടെ പേപ്പറിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി നന്നാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ KSRTC വന്നപ്പോൾ ഇവരുടെ മുമ്പിൽ തന്നെ ഇതിന്റെ സൈഡിൽ ഡെസ്റ്റിനേഷൻ ബോർഡ് ഇല്ല, ഇതിന് ടൈം ഷീറ്റ് ഇല്ല, സ്പീഡ് ഗവർണർ ഇല്ല, GPS ഇല്ല, ക്യാമറകളില്ല. പ്രൈവറ്റ് ബസ് രക്ഷ ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം വേണം. ഈ KSRTC ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് സൈഡിൽ കൂടെയുള്ള ഡെസ്റ്റിനേഷനും ടൈം ഷീറ്റും അതിന്റെ ചെക്ക് ചെയ്ത് അതിന് പെറ്റി അടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പല KSRTC ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി നമ്മൾ സൈറ്റിലെടുത്തപ്പോൾ ഇവർ പറഞ്ഞ് പരിവാഹൻ സൈറ്റ് അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു സാറേ നമ്മുടെ വണ്ടിക്ക് അന്നേരം എങ്ങനെയാണ് അപ്ഡേഷൻ ഇല്ലാത്ത സാധനം എങ്ങനെ നമ്മുടെ വണ്ടിയുടെ കാണിക്കുന്നത്? അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞു അത് KSRTCക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ നമുക്ക് അങ്ങനെ അറിയില്ല, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ ആർക്കും അറിയത്തില്ല. ഇത് പണ്ട് തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് KSRTCക്ക് ഉണ്ടെന്ന്. അങ്ങനെ ചില വണ്ടികൾക്കുണ്ട്, ചില വണ്ടികൾക്കില്ല. അങ്ങനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുക്കുന്നത്? ഉണ്ടെങ്കിൽ ഒരു എല്ലാ വണ്ടിക്കും കാണണ്ടേ? അപ്പൊ അങ്ങനെ പറഞ്ഞാണ് അലമ്പുണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ ആ വണ്ടിക്ക് അടിക്കാതെ ബാക്കി ഒരു വണ്ടി നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുള്ള ഒരു വിഷയത്തിന്റെ വീഡിയോ ആണ് ഇന്നലെ ഇറങ്ങിയേക്കുന്നത്. ഇവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം നമ്മൾ ഇവിടെ ക്യാമറ ഓണാക്കി നമ്മുടെ ഭാഗത്തുനിന്ന് തെളിയിക്കണ്ടേ നമുക്ക് ഇതില്ലാന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവരുടെ പ്രതികരണം ഒന്നുമില്ല. അവരറിഞ്ഞില്ല ഇത് റെക്കോർഡ് ചെയ്യുന്നത്. കയ്യിൽ തന്നെ ഞാനിങ്ങനെ ഫോൺ പിടിച്ചില്ലേ റെക്കോർഡ് ചെയ്ത്. റെക്കോർഡ് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് കൊടുക്കും. അവരുടെ CC അടക്കണം, ടാക്സ് അടക്കണം. ഇതിനുള്ള ഡീസലിന് 8 രൂപയ്ക്കും വേണ്ടി വില കൂടി. ഒന്നാമത് മഴക്കാലം, യാത്രക്കാരില്ല. ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ഇതിന് നമുക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ച്. സ്റ്റാൻഡിലുള്ള എല്ലാ പ്രൈവറ്റ് ബസിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ? എല്ലാത്തിന്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെ. ഏകദേശം 80 ഇന്നലെ പൊൻകുന്നം സ്റ്റാൻഡിൽ 2:30 തൊട്ട് 3:30 വരെ വന്ന എല്ലാ വണ്ടിക്കും ഇവർ പിടിച്ചിട്ടുണ്ട്. KSRTC പോലും പരിശോധിക്കാനോ അതിന്റെ കാര്യങ്ങൾ നോക്കാനോ ഇവിടെ ആരും തയ്യാറായിട്ടുമില്ല. ഇതിപ്പോ ഉദ്യോഗസ്ഥർ തുടരെ ഇങ്ങനെ ചെക്കിങ്ങിന് വരുന്നുണ്ടോ? ഇവര് എല്ലാ ബുധനാഴ്ചകളിലും ചോറും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിലൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് ഇന്ന് മൊത്തം ജില്ലകളിലും ഉണ്ടായിരുന്നു തോന്നുന്നു.
ബുധനാഴ്ചകളിൽ നമുക്ക് ചെക്കിങ്ങിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് ബുധനാഴ്ചകൾ കേന്ദ്രീകരിച്ച് മിക്കവാറും എല്ലാ ഇതിലും വരുന്നുണ്ട്. നമ്മുടെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ 95% ക്ലിയർ ആക്കിയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടികൾ. ഓക്കെ, അപ്പൊ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് ഇവര് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവര് നമ്മളെ ഭീമമായിട്ടുള്ള വെട്ടിയെടുപ്പിക്കുക. ഇന്നത്തെ ഡീസൽ ചെലവ് വെച്ചിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റണ്ടേ? ഇത് നടക്കാൻ നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. മാസം 60,000 70,000 വണ്ടിക്ക് CC അടയ്ക്കണം. ഏകദേശം 80,000 85,000 ഒരു വർഷം ഇൻഷുറൻസ് ആവും. 1,00,000 രൂപയ്ക്ക് മേലെ നമ്മൾ ഒരു വർഷം ടാക്സ് കെട്ടണം. ഇത് കൊണ്ട് നടക്കുന്ന സത്യം പറയാൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാലേ നമ്മൾ ഇട്ടേക്കുന്ന സാധനത്തിന് പോലും വില നമുക്ക് അറിയത്തുള്ളൂ. മനസ്സിലായോ? അതായത് അതുപോലും ഇല്ലാതെ നമ്മൾ ബസ് മുതലാളി എന്നുള്ള പേരില്ലാതെ നമ്മൾ സാധാരണ ഒരു കൂലിപ്പണിക്കാരനേക്കാളും കഷ്ടമായിട്ടാണ് നമ്മൾ ബസ്സിലെ തൊഴിലാളികളും ജീവിക്കുന്നു. ഒരു ബസ്സിലെ പണിക്കാരെന്നോ ഞാനും ഇടയ്ക്ക് പണിയാൻ പോകുന്നത്. അതുകൊണ്ട് പറയാം, രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 8 മണി വരെ പണിതാൽ 1000 രൂപ കിട്ടും. ഒരു 9 മണിക്ക് പോയിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോൾ നിർത്തുന്ന പെയിന്റിങ് പണിക്ക് 1500 രൂപ ശമ്പളമുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടാകുന്ന അലമ്പുകളോ വഴക്കോ തെറികളോ ബഹളങ്ങളൊക്കെ വേറെ. ബസ്സിന്റെ സമയം, നാട്ടുകാരുമായിട്ട് വിഷയങ്ങൾ, യാത്രക്കാരുമായിട്ട് വിഷയങ്ങൾ, മറ്റു വണ്ടിക്കാരുമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിനകത്തെല്ലാം പ്രശ്നമല്ല നിൽക്കുന്നത്. നമ്മൾ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ അതായത് കയറുന്ന യാത്രക്ക് ഏകദേശം ഒരു ബസ്സിലെ ഒരു 900 പേര് 800 പേര് ദിവസം കയറി ഇറങ്ങും. ഇതെല്ലാം ഇതിനകത്തെ പ്രശ്നങ്ങളെ നമ്മളെയും പ്രഷർ ഓട്ടോമാറ്റിക്കലി ഇത് അനുസരിച്ച് വ്യത്യാസം വരുള്ളൂ. ഇതിപ്പോ ഈ വീഡിയോ കുറച്ച് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പൊ അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മറ്റു നടപടികൾ ഒന്നും ഉണ്ടായില്ല. MVD വാഹനം പരിശോധിക്കുമ്പോൾ ഇപ്പൊ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു പിഴ കാണുന്നു, ആ പിഴയുടെ പൈസ അടപ്പിക്കുന്നു, പോന്നു. ശരിക്കും നമ്മള് സർക്കാരിന് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമല്ലേ? അതായത് പിഴയ്ക്കുള്ള പൈസ കൊടുക്കുന്നു, അവിടെ പരിപാടി തീരുന്നു, അടുത്ത ആഴ്ച വരുന്നു, വീണ്ടും അതിന് തന്നെ വെട്ടിയടിക്കുന്നു, വീണ്ടും അടുത്ത പ്രാവശ്യം വരുന്നു, അതിന് തന്നെ വെട്ടിയടിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാര് ഈ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തിരുത്താനുള്ളൊരു സംവിധാനം കൂടെ ചെയ്യണം. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ FAB ബോക്സ് ഇല്ല. FAB ബോക്സ് ഇല്ലെങ്കിൽ 250 രൂപ വെറ്റി അടിക്കുന്ന, അതിൻ്റെ കൂടെ ആ വാഹനത്തിൽ 250 രൂപയ്ക്ക് സാധനം മേടിച്ച് വെക്കാനൂടെ ഇവർ നമ്മളെ കൊണ്ട് മേടിച്ച് വെപ്പിക്കാനൂടെ ഇവർ തയ്യാറാകണം. അല്ലാതെ ഇവർക്ക് ഇതൊരു വരുമാന മാർഗമായിട്ട് എല്ലാ പ്രാവശ്യം കണ്ടിട്ട് ഇത് ഇന്ന വണ്ടി, ഇത് സെന്നാനിയുടെ വണ്ടി കാണുന്നു, അല്ലെ വേറൊരാളുടെ വണ്ടി കാണുന്നു, ഈ വണ്ടിയെ കാണുന്നു, അകത്തേക്ക് കയറി ഇന്ന ഉണ്ട് എന്നിവർക്ക് മനപ്പാടമായി സംഭവങ്ങൾ. അതൊഴിവാക്കിയിട്ട് 250 രൂപ വെറ്റിയടിച്ച് ആ കുറ്റം ചെയ്യുന്ന അത് അവിടെ കൊണ്ട് നിൽക്കുവാണ്. FAB ബോക്സ് ഒരെണ്ണം മേടിച്ച് വെച്ചു, അല്ലെങ്കിൽ അതിന് മരുന്നും കാര്യങ്ങളും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കുറ്റം തീർന്നു. അതിന് ചെയ്യാതെ ഇവർ ഓരോ പ്രാവശ്യം കാണുന്നതിന് നമ്മൾ വെറ്റി അടിച്ച് പോകുന്ന സംവിധാനം, അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അത് MVDക്ക് നമ്മൾ അല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമല്ലേ? ഓരോ പ്രാവശ്യം നമ്മൾ ഇതിന് കാണുമ്പോഴും പൈസ കൊടുത്തോണ്ടിരിക്കുന്നു.